നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കേണ്ട സാഹചര്യം എന്നേക്കുമായി ഒഴിവാക്കാൻ തദ്ദേശ റവന്യൂ വകുപ്പുകൾ സംയുക്തമായ പ്രത്യേക പദ്ധതി നടപ്പാക്കും. വയനാട്ടിൽ ഇനി എന്തു വേണമെന്ന് സംബന്ധിച്ച് സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ടെന്നും മന്ത്രി. പാലക്കാട് ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ മന്ത്രിയുടെ സന്ദർശനം. അകമലയിൽ സ്ഥിതിഗതികൾ ആശങ്കാജനകം. മലയിടിഞ്ഞ പ്രദേശങ്ങളിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ സമിതി പരിശോധന നടത്തി. അപകട സാധ്യത മുൻനിർത്തി പ്രദേശവാസികളെ നഗരസഭാ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് കഴിഞ്ഞ രാത്രി. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ പ്രദേശവാസികൾ സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്ന് നിർദ്ദേശം. ഒറ്റപ്പെട്ട് നെല്ലിയാമ്പതി. കുണ്ടാർചോലയ്ക്കും ഇരുമ്പുപാലത്തിനുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായത് 26 ഭാഗങ്ങളിൽ. റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും മരങ്ങളും നീക്കുന്നതിനും തളം കെട്ടിയ പ്രളയജലം ഒഴുക്കിവിടുന്നതിനുമുള്ള ശ്രമം പുരോഗമിക്കുന്നു. മേഖലയിൽ രാത്രിയിലും രക്ഷാദൌത്യം തുടരുന്നതിനുള്ള സാഹചര്യമൊരുക്കാൻ ഉദ്യോഗസ്ഥ രക്ഷാദൌത്യ സംഘങ്ങളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ ഗജവീരന് സുഖനീരാട്ട്. പാപ്പാന്മാർ ആനയെ കുളിപ്പിച്ചത് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായ് ഭാഗത്തെ വെള്ളക്കെട്ടിൽ. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ അന്വേഷണവുമായി വനം വകുപ്പ്. വാർത്തകൾ വിശദമായി. എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട്, കുമരപുരം, കുന്നംപുരം ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട്ടിൽ ഇനി എന്തു വേണമെന്നതിനെക്കുറിച്ച് ധാരണയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്യാമ്പുകളിലെ 3 കുടുംബങ്ങൾ ഒഴികെ മറ്റുള്ളവർ താമസിയാതെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. ക്യാമ്പിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വീടിന് ബലക്ഷയമുള്ളതുകൊണ്ടാണ് 3 കുടുംബങ്ങളെ സ്വന്തം വീട്ടിലേക്ക് അയക്കാത്തത്. വീടുകളിലെ ശുചീകരണ പ്രവർത്തനം അവസാനിക്കുന്ന മുറയ്ക്ക് മറ്റുള്ളവർ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചുപോകും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കേണ്ട സാഹചര്യം എന്നേക്കുമായി ഒഴിവാക്കാൻ തദ്ദേശ റവന്യൂ വകുപ്പുകൾ സംയുക്തമായി പദ്ധതി തയ്യാറാക്കും. എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് ആവർത്തിച്ച് എല്ലാ മഴക്കാലത്തും ഈ സ്ഥിതി ഒഴിവാക്കാനുള്ള ചില നടപടികളെക്കുറിച്ചാണ്. അതിന് ശേഷം ആലോചിക്കും. ബന്ധപ്പെട്ട വകുപ്പുകൾ, ജലവിഭവ വകുപ്പ്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, റവന്യൂ എല്ലാം ചേർന്ന് കൂടിയാലോചിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് നമുക്ക് ഈ സാഹചര്യം ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ചെയ്യാനാവുക എന്ന കാര്യവും ആലോചിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വയനാട്ടിൽ ഇനി എന്തു വേണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. രക്ഷാപ്രവർത്തനം കഴിഞ്ഞാലുടൻ ഭാവി പദ്ധതികൾ നടപ്പാക്കും. സഹായധനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകേണ്ടത്. ഇത് സംബന്ധിച്ച് ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ S. ചിത്രയും ഉദ്യോഗസ്ഥ സംഘവും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി അകമലയിൽ മലയിടിഞ്ഞ പ്രദേശങ്ങളിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി പരിശോധന നടത്തി. അപകട സാധ്യത മുൻനിർത്തി കഴിഞ്ഞ രാത്രി തന്നെ പ്രദേശവാസികളെ നഗരസഭ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് തെക്കുമാറി ചെങ്കുത്തായ മലയടിവാരത്താണ് പലയിടത്തായി മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. മണ്ണിടിഞ്ഞ ഭാഗത്തു നിന്ന് വെള്ളം ഊർന്നു വരുന്നുണ്ട്. ജനവാസ മേഖലയോട് ചേർന്ന കുന്നിൻ ചെരുവിലെ വീടിന് പിറകിലാണ് ആദ്യത്തെ മണ്ണിടിച്ചിൽ. ഇതിനും ഏറെ മുകളിലായി പലയിടത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. തഹസിൽദാർ, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ, നഗരസഭാ ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ, നഗരസഭാ സെക്രട്ടറി, ഡിവിഷൻ കൗൺസിലർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രദേശവാസികൾ സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെല്ലിയാമ്പതി കുണ്ടാർചോലയ്ക്കും ഇരുമ്പുപാലത്തിനുമിടയിൽ മണ്ണിടിച്ചിൽ മൂലം നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. 26 ഭാഗങ്ങളിലാണ് മണ്ണും പാറയും മരങ്ങളും റോഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. 3 സ്ഥലങ്ങളിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു തകർന്നത് വൻ അപകട ഭീഷണി ഉയർത്തി. നെല്ലിയാമ്പതിയിൽ മണ്ണിടിഞ്ഞ പ്രദേശങ്ങളിൽ എതിർഭാഗത്തു നിന്ന് പുതുതായി മണ്ണ് മാറ്റി റോഡ് സൗകര്യം ഏർപ്പെടുത്തുകയും ഇടിഞ്ഞ ഭാഗത്ത് സുരക്ഷാ
വരമ്പ് നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ഏറെ ദുഷ്കരമാണ്. ഇതോടെ ചുരം റോഡിൽ 10 കിലോമീറ്ററോളം ദൂരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അത്യാവശ്യത്തിനല്ലാതെ പ്രദേശവാസികളല്ലാത്ത ആരെയും നെല്ലിയാമ്പതി ചുരം റോഡിലേക്ക് കടത്തിവിടുന്നില്ല. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റാൻ കഴിയാതെ റോഡിൽ കിടക്കുന്ന കൂറ്റൻ പാറക്കല്ലുകളും മറ്റും ജിയോളജി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കംപ്രസറുകളും ജാക്കി ഹാമറും മറ്റും ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ജോലി ആരംഭിച്ചു. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളെത്തിച്ച് വിവിധയിടങ്ങളിലായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ദ്രുതഗതിയിൽ ശ്രമം നടക്കുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിലേക്ക് ഒഴുകിയെത്തിയ 2 അടിയോളം പൊക്കത്തിലുള്ള ചെളിയും മണലും മണ്ണും നീക്കം ചെയ്യുന്ന ജോലിയും പുരോഗമിക്കുന്നുണ്ട്. റോഡിലേക്ക് മുറിഞ്ഞു വീണ മരങ്ങൾ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. റോഡിലൂടെ ഒഴുകിവരുന്ന വെള്ളം വശങ്ങളിലൂടെ ഒഴുക്കിവിട്ട് കലുങ്കുകളിലൂടെ കടന്നുപോകാനുള്ള താൽക്കാലിക സംവിധാനവും ഏർപ്പെടുത്തി. ശക്തമായ മഴയിൽ ഒലിച്ചുവരുന്ന വെള്ളം റോഡിൻ്റെ സംരക്ഷണ ഭിത്തികൾക്ക് ഭീഷണിയായി മാറുന്നത് ഒഴിവാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ദിവസങ്ങളോളം എടുത്ത് താൽക്കാലിക ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയാലും വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കൂടുതൽ ദിവസങ്ങൾ വേണ്ടിവരും. ശക്തമായ മഴയാണ് പ്രവൃത്തിക്ക് തടസ്സമാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കനത്ത മഴയെ തുടർന്ന് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ആവശ്യമെങ്കിൽ രാത്രിയിലും രക്ഷാദൌത്യം തുടരുന്നതിന് സൗകര്യമൊരുക്കും. നെന്മാറ റെസ്റ്റ് ഹൌസിൽ കളക്ടറുടെയും MLAയുടെയും നേതൃത്വത്തിൽ ചേർന്ന രക്ഷാദൌത്യ സംഘങ്ങളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് നെന്മാറ MLA കെ ബാബു, പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ നെന്മാറ ഗസ്റ്റ് ഹൌസിൽ ഉദ്യോഗസ്ഥ രക്ഷാദൌത്യ സംഘങ്ങളുടെ സംയുക്ത യോഗം ചേർന്നത്. ആവശ്യമെങ്കിൽ രാത്രിയിലും രക്ഷാദൌത്യം തുടരുന്നതിന് വെളിച്ചമെത്തിക്കും. ഉരുൾപൊട്ടൽ തടസ്സങ്ങൾ നീക്കുന്നതിന് കാലതാമസമുണ്ടായാൽ മേഖല ഒറ്റപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത, പാലക്കാട് SP, ADM, തഹസിൽദാർമാർ, വനം, NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, PWD, സിവിൽ സപ്ലൈസ്, കൃഷി, ICDS, പോലീസ് തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയിൽ പിരായിരി, പെരുങ്ങോട്ടുകൃഷി മേഖലകളിൽ വ്യാപക നാശനഷ്ടം. പിരായിരി ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡിൽ ഉൾപ്പെടുന്ന പൂടൂർ യോഗീപുര പ്രദേശത്തെ 16ഓളം വീടുകളിൽ വെള്ളം കയറി. പ്രദേശവാസികളെ പഞ്ചായത്ത് മണ്ഡപത്തിൽ പ്രവർത്തനം ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ മാറ്റിപ്പാർപ്പിച്ചു. ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ പെരുങ്ങോട്ടുകൃഷി പഞ്ചായത്തിലെ 18ഓളം വീടുകൾ തകർന്നു. മേഖലയിലെ കൃഷിയും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളം കയറിയ പറളി ഓടന്നൂർ പതിപ്പാലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പതിപ്പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത്. ശക്തമായ മഴയിൽ കണ്ണാടിപ്പുഴ കരകവിഞ്ഞ് 5 ദിവസമായി വെള്ളത്തിൽ മുങ്ങിയ പറളി ഓടന്നൂർ പതിപ്പാലത്തിൽ വ്യാപകമായി അടിഞ്ഞുകൂടിയ കുളച്ചണ്ടി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കാനുള്ള നടപടികൾക്കാണ് തുടക്കമായത്. പാലത്തിന്റെ മധ്യഭാഗത്താണ് വലിയ കുന്നുപോലെ കുളച്ചണ്ടി അടിഞ്ഞുകൂടിയിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ മുതലാണ് കുളച്ചണ്ടി നീക്കുന്നതിനുള്ള പ്രവൃത്തി ആരംഭിച്ചത്. കുളച്ചണ്ടി പൂർണ്ണമായും നീക്കം ചെയ്താലും പാലത്തിലെ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ ഇതുവഴിയുള്ള ഗതാഗത സംവിധാനം പുനഃസ്ഥാപിക്കാനാവൂ. എല്ലാ വർഷവും മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണെന്നും 5 ദിവസത്തോളമായി ഇതുവഴി പോകാനാകാതെ ബുദ്ധിമുട്ടുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ വെള്ളം സംഭവിച്ചു ഇന്നത്തെ വരെ ഈ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേള് വന്നിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഈ നാട്ടിൽ വന്നിട്ട് കേള് മന്ത്രി വന്നിട്ട് അയാൾ നാട്ടിൽ ദുരന്തം പക്ഷെ പോട്ടെ. എന്നാലും ഈ നാടും ഇതേവരെ പട്ടികജാതിക്കാരും കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു ദ്വീപായിട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ. ഇതിന് ശേഷം MLA ഈ പറഞ്ഞ മന്ത്രിയോ ഈ നാട്ടിനോ ഈ നാട്ടുകാരോ ഒരു നാടകവും ഇല്ല. സത്യമായിട്ട് പറയണം, നമ്മൾ ഈ ദൈവത്തെ നാട് പറയണം, നമ്മൾ ഈ ദേവസ്വം നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കനെ പറയുന്നത് ഈ നാട് ഒറ്റപ്പെട്ടിരിക്കണം. 5 ദിവസമായിട്ട് ഈ നാട്ടിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വിദ്യാഭ്യാസം മുതലും മുടങ്ങി നിൽക്കണം. 5 ദിവസം ഇന്നലെ വണ്ടി ഇറങ്ങി പകുതി വരെ എത്തുമ്പോഴേക്ക് കുറച്ച് 1 മണിക്കൂർ മാത്രം മണിക്ക് വെള്ളം കൂടി വണ്ടിക്ക് നിൽക്കാൻ പറ്റും. വണ്ടി കയറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വയനാടിനൊപ്പം ഞങ്ങളുമുണ്ടെന്ന മുദ്രാവാക്യവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു.
വയനാട് ചൂരൽമലയിലും മുണ്ടക്കയത്തുമുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അറിയിച്ചുകൊണ്ടും ദുരന്തഭൂമിയിൽ അതിജീവനത്തിനായി പോരാടുന്നവർക്ക് ഐക്യദാർഢ്യവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ ദീപം തെളിയിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളിത്തേടത്ത്, അബൂബക്കർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി പ്രസാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ്, INTUC മണ്ഡലം പ്രസിഡന്റ് MM നൌഷാദ്, പഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ, ഗണേഷ് ആറ്റൂർ, VK മോഹനൻ, TK വാസുദേവൻ, OM ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായഹസ്തവുമായി മണ്ണൂർ കൊട്ടക്കുന്ന് ക്ഷീരോത്പാദക സഹകരണ സംഘം. സംഘത്തിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച ആവശ്യ വസ്തുക്കൾ CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജിന് കൈമാറി. CPIയുടെ യുവജന സംഘടനയായ AIYFന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി സ്വരൂപിച്ച ആവശ്യ വസ്തുക്കളുമായി വയനാട്ടിലേക്ക് പോകുന്ന വാഹനത്തിൽ ശേഖരിച്ചു വെച്ച വസ്തുക്കൾ കൊണ്ടുപോകും. ദുരന്തം ഉണ്ടാവുമ്പോൾ അവിടെ ഓടിയെത്തുക എന്നത് ഒരു യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ആ ഉത്തരവാദിത്വം കടമയേറ്റെടുത്തുകൊണ്ടാണ് AIYF ഇന്ന് ഈ ഉദ്യമം ഏറ്റെടുത്തത്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനം. സംഘം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കടകളും വീടുകളും വ്യക്തികളും കേന്ദ്രീകരിച്ചാണ് ആവശ്യ വസ്തുക്കൾ ശേഖരിച്ചത്. വിവിധ തരം വസ്ത്രങ്ങൾ, അരി, പലവ്യഞ്ജന സാധനങ്ങൾ എന്നിവയാണ് സ്വരൂപിച്ചത്. ആവശ്യ സാധനങ്ങളുടെ കൈമാറ്റ ചടങ്ങിൽ CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, AIYF ജില്ലാ സെക്രട്ടറി ഷാജഹാൻ, OK സെയ്തലവി, പ്രഭാവതി, ക്ഷീരസംഘം പ്രസിഡന്റ് K ജയകൃഷ്ണൻ, സെക്രട്ടറി പ്രസന്ന, K സുനീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പാതയിലെ വെള്ളക്കെട്ടിൽ ആനയ്ക്ക് സുഖനീരാട്ട്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ പാപ്പാന്മാർ ആനയെ കുളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായ് മേഖലയിലെ വെള്ളക്കെട്ടിലാണ് പാപ്പാന്മാർ ആനയെ കുളിപ്പിച്ചത്. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ഔഷധപാനത്തിനും ആനയൂട്ടിനും എത്തിച്ച വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന കൊമ്പനെയാണ് നടുറോഡിൽ പാപ്പാന്മാർ കുളിപ്പിച്ചത്. ആനയൂട്ടിന് ശേഷം മടങ്ങിവരുന്നതിനിടെ സംസ്ഥാന പാതയിൽ കിടത്തി ആനയെ കുളിപ്പിക്കുകയായിരുന്നു. ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ നിരവധി പേർ പാതയോരത്ത് തടിച്ചുകൂടി. സംസ്ഥാന പാതയിൽ ഈ ഭാഗത്ത് ഒരാനയ്ക്ക് കുളിക്കാൻ മാത്രമുള്ള വെള്ളക്കെട്ടുണ്ടെന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെ സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം താഴത്തെ പെട്രോൾ പമ്പിന് സമീപം KSRTC സ്വിഫ്റ്റ് ബസിന് പിറകിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. പുലർച്ചെ 2 മണിയോടെയാണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു KSRTC സ്വിഫ്റ്റ് ബസ്. ഇതിനിടെ പിറകിലുണ്ടായിരുന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ബസ്സിന് പിറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശം പൂർണ്ണമായും KSRTC സ്വിഫ്റ്റ് ബസിന്റെ പിറകുവശം ഭാഗികമായും തകർന്നു. അപകട വിവരമറിഞ്ഞ് കുന്നംകുളം ലൈഫ് കെയർ ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ മാലിന്യം നിക്ഷേപിച്ചതിന് 1,00,000 ലക്ഷം രൂപ പിഴ ചുമത്തി. 17-ാം വാർഡിലെ കുണ്ടുകാട് പാടത്ത് അജൈവ മാലിന്യങ്ങളും കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ തള്ളിയ സംഭവത്തിലാണ് നടപടി. അന്വേഷണത്തിൽ ഷൊർണൂർ കുന്നത്താഴത്ത് വേണുഗോപാലിന്റെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് പാടത്ത് നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുടമയിൽ നിന്ന് 1,00,000 ലക്ഷം രൂപ പിഴ ഈടാക്കിയതെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ 5ാമത് ശാഖയായ 19-ാം മൈൽ ഈവനിംഗ് ബ്രാഞ്ച് ഓഗസ്റ്റ് 5-ന് പ്രവർത്തനം ആരംഭിക്കും. വൈകുന്നേരം 3-ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1941 സ്ഥാപിതമായ ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ 5ാമത് ശാഖയാണ് 19-ാം മൈലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 5-ന് തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് മന്ത്രി VN വാസവൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 83 വർഷത്തെ ബാങ്കിന്റെ ക്രമാനുഗതമായ വളർച്ചയിൽ ഏവരും നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്നും ഭരണസമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ MLA K പ്രേംകുമാർ അധ്യക്ഷത വഹിക്കും. ഈ അവസരത്തിൽ നമ്മൾ പുതുതായിട്ടൊരു
ഈവനിംഗ് ശാഖ പാലപ്പുറം 19 മൈലിൽ ഈ വരുന്ന തിങ്കളാഴ്ച 5-ാം തീയതി പ്രവർത്തനം ആരംഭിക്കാൻ പോകുകയാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന പങ്കുവഹിക്കാൻ, ഇതിൻ്റെ പങ്കാളിത്തം നിറവേറ്റാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ബാങ്കിൻ്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ബാങ്കിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ്. അതായത് 14/5/1941. 15/5/1941 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ കുഞ്ഞിലക്ഷ്മി, വൈസ് പ്രസിഡന്റ് എൻ അസീസ്, സെക്രട്ടറി ഷിബ മേനോൻ, ബ്രാഞ്ച് മാനേജർ സി സജിത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കേണ്ട സാഹചര്യം എന്നേക്കുമായി ഒഴിവാക്കാൻ തദ്ദേശ റവന്യൂ വകുപ്പുകൾ സംയുക്തമായ പ്രത്യേക പദ്ധതി നടപ്പാക്കും. വയനാട്ടിൽ ഇനി എന്തു വേണമെന്ന് സംബന്ധിച്ച് സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ടെന്നും മന്ത്രി. പാലക്കാട് ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ മന്ത്രിയുടെ സന്ദർശനം. അകമലയിൽ സ്ഥിതിഗതികൾ ആശങ്കാജനകം. മലയിടിഞ്ഞ പ്രദേശങ്ങളിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ സമിതി പരിശോധന നടത്തി. അപകട സാധ്യത മുൻനിർത്തി പ്രദേശവാസികളെ നഗരസഭാ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് കഴിഞ്ഞ രാത്രി. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ പ്രദേശവാസികൾ സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്ന് നിർദ്ദേശം. ഒറ്റപ്പെട്ട് നെല്ലിയാമ്പതി. കുണ്ടാർചോലയ്ക്കും ഇരുമ്പുപാലത്തിനുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായത് 26 ഭാഗങ്ങളിൽ. റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും മരങ്ങളും നീക്കുന്നതിനും തളം കെട്ടിയ പ്രളയജലം ഒഴുക്കിവിടുന്നതിനുമുള്ള ശ്രമം പുരോഗമിക്കുന്നു. മേഖലയിൽ രാത്രിയിലും രക്ഷാദൗത്യം തുടരുന്നതിനുള്ള സാഹചര്യമൊരുക്കാൻ ഉദ്യോഗസ്ഥ രക്ഷാദൗത്യ സംഘങ്ങളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ ഗജവീരന് സുഖനീരാട്ട്. പാപ്പാന്മാർ ആനയെ കുളിപ്പിച്ചത് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായ് ഭാഗത്തെ വെള്ളക്കെട്ടിൽ. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ അന്വേഷണവുമായി വനം വകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.